ദച്ചു പതിയെ കണ്ണു തുറന്നതും അവൾക്ക് തന്റെ തലയ്ക്കെല്ലാം വല്ലാത്ത ഭാരം പോലെ തോന്നി. പതിയെ പതിയെ കണ്ണുകൾ ചിമ്മി ഒന്ന് വലിച്ചു തുറന്നു. ചുറ്റും ഒന്ന് നോക്കി. പൊട്ടിപ്പൊളിഞ്ഞൊരു പഴയ വീട് പോലെ തോന്നി അവൾക്ക്. പെട്ടെന്നൊരു ചൂളം വിളി കേട്ടതും ആ ഭാഗത്തേക്ക് നോക്കിയതും കൈകൾ പിണച്ചു കെട്ടി തന്നെ തന്നെ നോക്കുന്നവനെ കണ്ട് അവൾക്ക് വല്ലാത്ത പേടി തോന്നി. അവളുടെ അടുത്തേക്ക് അവൻ നടന്നു വരുംതോറും അവൾ പിറകിലേക്ക് ചുവടുകൾ വെച്ചു. ചുമരിൽ തട്ടി നിന്നതും അവൻ അവളുടെ മുന്നിലായി വന്നു നിന്നു. എന്റെ ദച്ചു, സത്യം പറയാലോ, ബോധമില്ലാതെ നീ കിടന്നപ്പോൾ തന്നെ നിന്നെ അങ്ങ് സ്വന്തമാക്കിയാലും തോന്നിയതാ എനിക്ക്. പക്ഷേ നീ അറിയണം, നിന്റെ കഴുത്തിൽ താലി ചാർത്തിയത് അവനാണെങ്കിലും ആദ്യം അറിയുന്ന ചൂട് അതെന്റെ ആയിരിക്കണം. വേണ്ട, പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ്. കൈക്കൂപ്പി പറഞ്ഞ് കരയുന്നവളെ നോക്കി അവനൊന്ന് പുച്ഛിച്ചു. എന്തിനാ എന്റെ ദച്ചുമോള് കരയുന്നേ? നിന്റെ അഗ്നിയേട്ടനല്ലേ? അതും പറഞ്ഞ് അവളുടെ കവിളിൽ കൈവച്ചതും അവൾ ആ കൈ തട്ടി മാറ്റി. അത് കണ്ട് ദേഷ്യം വന്നതും അഗ്നി അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു. എന്നെ വിട് ഇച്ചായ! അവളുടെ അലർച്ച കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. വിളിക്ക്, ഉറക്കെ വിളിക്ക്, പക്ഷെ കേൾക്കില്ല ദച്ചു. നിന്റെ ഈ ചുവന്ന അതരങ്ങൾ ഉണ്ടല്ലോ എന്റെ ദച്ചു, ഹോ, അത് കാണുമ്പോഴൊക്കെ എന്നെ മത്തു പിടിപ്പിക്കും പോലെയാ. അതും പറഞ്ഞ് അവളുടെ അതരങ്ങൾ ലക്ഷ്യമാക്കി വന്നതും കുറച്ചു മാറി ലോക്ക് ചെയ്ത് കിടക്കുന്ന ഡോറ് കണ്ടതും എവിടുന്നോ കിട്ടിയ ഉൾപ്രേരണയിൽ അവനെ ആഞ്ഞു തള്ളി അവൾ. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള തള്ളലിൽ അവൻ നിലത്തേക്ക് വീണതും അവൾ ഓടി ആ ഡോർ തുറന്നു. പൊട്ടിപ്പൊളിഞ്ഞ ഒരു ചെറിയ ഹാളിൽ മുൻവശത്തെ ഡോർ ലോക്കാണ് കണ്ടതും കമ്പികളില്ലാത്തൊരു പൊളിഞ്ഞ ജനൽ കണ്ടു. വേഗം അതിലൂടെ പുറത്തേക്ക് ചാടാൻ നിന്നതും അഗ്നി അവളുടെ കയ്യിൽ പിടിച്ച് കുതറിക്കൊണ്ട് അവന്റെ കയ്യിൽ കയറി കടിച്ചു അവൾ. വേദനയോടെ അവൻ കൈയെടുത്തതും അവൾ പുറത്തേക്ക് ഇറങ്ങി. ചുറ്റും കാടാണ് എന്ന് കണ്ടതും ഭയം ഒന്നുകൂടെ മുറുക്കി അവളെ. എടീ! അലറിക്കൊണ്ട് ജനലിലൂടെ ചാടുന്നവനെ കണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടിയവൾ. സാരിയും ആഭരണങ്ങളും ഇട്ട് ഓടാൻ വല്ലാത്ത പ്രയാസം തോന്നിയെങ്കിലും അവന്റെ കയ്യിൽ പെട്ടാൽ തന്റെ ജീവിതം അതോടെ തീരുമെന്ന് തോന്നി മുന്നോട്ട് കഴിയും പോലെ സ്പീഡിൽ ഓടിയവൾ. വല്ലാത്ത തളർച്ച തോന്നി. ഓടുമ്പോൾ കാലുകൾ ഇടറി വീഴും പോലെ തോന്നി. തൊട്ടുപിറകുള്ളവനെ കാണെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒരു വലിയ മരത്തിന്റെ വേരിൽ തട്ടി അവൾ നിലത്തേക്ക് കമഴ്ന്നു വീഴാൻ പോയതും അവൾ കണ്ണുകൾ ഇറുകി അടച്ചു. എന്നാൽ താനിപ്പോഴും നിലത്ത് വീണില്ലെന്ന് തോന്നി കണ്ണുകൾ തുറന്നു കണ്ടു. രണ്ട് ബലിഷ്ഠമായ കൈകൾ തന്നെ താങ്ങി പിടിച്ചിട്ടുണ്ട്. തലയുയർത്തി ആ മുഖത്തേക്ക് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ദച്ചു അമ്പരപ്പോടെ നോക്കി. പിറകെ വന്ന അഗ്നി ദച്ചുവിനെ താങ്ങി പിടിച്ചവനെ കണ്ട് സംശയത്തോടെ നോക്കി. തന്റെ മുന്നിൽ ഇതുവരെ കാണാത്ത ആ രൂപത്തെ. ദച്ചു അവന്റെ കയ്യിൽ പിടിച്ചു. സാർ, രക്ഷിക്കണം പ്ലീസ്. പേടിച്ചരണ്ട മാൻപേടയെ പോലെ നിൽക്കുന്ന ദച്ചുവിനെ തന്നെ ഒരു നിമിഷം അവൻ നോക്കി നിന്നു. ഡാ, നീ ആരാടാ? ജീവനിൽ കൊതിയുണ്ടല്ലോ, അവളെ തന്നിട്ട് പോകാൻ നോക്ക്. അഗ്നിയെ നോക്കി അവൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അത് കണ്ടതും അഗ്നിക്ക് വല്ല ദേഷ്യം തോന്നി. എന്താടാ നിന്ന് ചിരിക്കുന്നേ? പറഞ്ഞുകൊണ്ട് അവനെ ആഞ്ഞു ചവിട്ടിയതും പിറകോട്ടേക്കൊന്ന് വീഴ്ച പോയെങ്കിലും അവൻ ബാലൻസ് ചെയ്ത് നിന്നു. അയ്യോ സാർ! ദച്ചു പേടിയുടെ അഗ്നിയെ നോക്കി. പോരല്ലോ മാഷെ ഈ ചവിട്ട്. ഈ ഡേവിഡിനെ തോൽപ്പിക്കാനുള്ള കരുത്തൊന്നും ഈ ബോഡിക്ക് അത്ര പോരാ. അഗ്നിയെ നോക്കി പറയുന്ന ഡെവിയെ ഒന്ന് നോക്കി ദച്ചു. ശേഷം അഗ്നിയും. ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി നിൽക്കുന്ന അഗ്നിയെ കണ്ട് ദച്ചുവിന് പേടി തോന്നി. സാർ, നമുക്ക് ഓടിപ്പോവാം. ഈ കാട്ടിൽ നിന്ന് പുറത്തു പോകാം സാർ. എന്നെ എന്റെ ഇച്ചായന്റെ അടുത്ത് ആക്കിയാൽ മതി. ഡേവിയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞതും അത്രയും നേരം അഗ്നിയെ നോക്കി നിന്ന രവി പെട്ടെന്ന് ദച്ചുവിൽ നിന്നും എന്റെ ഇച്ചായൻ എന്ന് കേട്ടതും അവളെയും തുറച്ചു നോക്കി. ശേഷം ഇരച്ചു കയറിയ ദേഷ്യം ഒരു നിശ്വാസത്തോടെ അലറി ഉയർന്നു ചാടി അഗ്നി ചവിട്ടിക്കൊണ്ട് തീർത്തു. ഡേവിയുടെ ചവിട്ടിൽ അഗ്നി ഉയർന്നു പൊങ്ങിയൊരു മരത്തിന്റെ കൊമ്പിലടിച്ച് നിലത്തേക്ക് തെറിച്ചു. ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ ദച്ചു അമ്പരപ്പോടെ നോക്കി നിന്നു. എന്താ തനിക്ക് ചുറ്റും സംഭവിച്ചതെന്ന് പോലും അറിയാതെ അഗ്നി വീണ്ടും ദേഷ്യത്തോടെ എങ്ങനെയോ എഴുന്നേറ്റ് ഡേവിയുടെ നേരെ ഓടി വന്നതും ഡേവി തിരിഞ്ഞ് ചവിട്ടി ഇരുകൈയാൽ അവന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു. അവന്റെ അലർച്ച കേട്ട് ദച്ചു ഇരുചെവിയും പൊത്തിപ്പിടിച്ചു. ഒരു സൈഡിലേക്ക് കഴുത്ത് ചെരിഞ്ഞ് അവൻ നിലത്തേക്ക് വീണു. കഴുത്തൊന്ന് ചലിക്കാൻ പോലും കഴിയാതെ അവൻ അവിടെ കിടന്ന് ഞെരിപിരിഞ്ഞു. വീണ്ടും നിലത്ത് കിടക്കുന്നവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഇരു കൈയും മുകളിലേക്ക് പിടിച്ച് തിരിച്ചൊടിച്ചു. അഗ്നിക്ക് തന്റെ കൈകൾ അറ്റുപോകുമ്പോൾ തോന്നി. അവന്റെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം ദച്ചുവിന്റെ കാതുകളിൽ കേട്ടതും പേടിയോടെ ഡെവിയെ നോക്കി അവൾ അവന്റെ മുഖവാൻ കണ്ട് അവളുടെ കൈകാലുകൾ പോലും വിറച്ചുപോയി. ഡെവി ദച്ചുവിനെ നോക്കി. അവളുടെ മുഖം കണ്ടാലറിയാം പേടിച്ച് വിറച്ചുള്ള നിൽപ്പാണ്. ഡെവി അവളുടെ മുന്നിലായി പോയി നിന്നു. വാ പോകാം. ഗാംഭീര്യമായ ശബ്ദം കേട്ടതും സ്വഭാവത്തിലേക്ക് വന്ന ദച്ചു അവനെ ഒന്ന് നോക്കി. ആ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയം തോന്നിയതും അവന്റെ കൂടെ നടന്നു അവൾ. അല്പം നടന്ന് റോഡിലേക്ക് എത്തിയതും അവൾ ചുറ്റുമൊന്ന് നോക്കി. ഡെവിയുടെ വാഹനം ഒഴികെ മറ്റു വാഹനങ്ങളോ ആരും തന്നെയില്ല. അവന്റെ വണ്ടിയുടെ അടുത്തെത്തിയതും അവൾ അവനെ നോക്കി പതിയെ പരിഭ്രാന്തിയോടെ വിളിച്ചു. സാർ. അവനൊന്ന് മൂളിയതും അത് പിന്നെ സാറിന്റെ ഫോണൊന്ന് തരുമോ?
എനിക്ക് വീട്ടിൽ വിളിക്കാനാ. അവൻ അവളെ തന്നെ നോക്കി. ഇവിടെ ഇപ്പോൾ റേഞ്ച് കിട്ടില്ല, കാടാണ്. നീ വന്ന് കാറിൽ കയറ്. എവിടേക്കാ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവിടാം. അവൻ പറയുന്നത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളൊന്ന് പരുങ്ങി. എന്തോ അവന്റെ നോട്ടവും ഭാവവും എല്ലാം കാണുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നി അവൾക്ക്. എങ്കിലും വേറെ വഴിയൊന്നും തനിക്ക് മുന്നിലില്ല എന്ന് കണ്ടതും ഒന്നുമില്ലേലും തന്നെ അഗ്നിയിൽ നിന്ന് രക്ഷിച്ച ആളല്ലേ എന്നൊരു തോന്നലിൽ വീട്ടിലേക്കുള്ള സ്ഥലം പറഞ്ഞു കൊടുത്ത് അവൾ അവന്റെ കൂടെ കാറിൽ കയറി. അവൾ കയറിയതും അവന്റെ ചുണ്ടുകൾ നിറഞ്ഞ പുഞ്ചിരി തിമർത്താടി. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. കാർ മുന്നോട്ട് പോയി. ആദം അഗ്നിയുടെ ഫോണിൽ ലൊക്കേഷൻ നോക്കി ആ കാട്ടിലേക്ക് എത്തിയതും ഡെന്നിയും ആദം ആ കാട്ടിനുള്ളിൽ കയറി ചുറ്റും തിരിയാൻ തുടങ്ങി. ദക്ഷ! ആദം ഉറക്കെ അലറി. ദച്ചു! ഡെന്നിയും വിളിച്ചു. കുറച്ചു ദൂരം എത്തിയതും ആളൊഴിഞ്ഞ പൊളിഞ്ഞ വീട് കണ്ടതും മുന്നിലെ ഡോർ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി നോക്കി രണ്ടുപേരും. പക്ഷെ ആരെയും കാണാൻ പറ്റിയില്ല. എന്നാൽ പെട്ടെന്ന് നിലത്ത് ചാടി കിടക്കുന്ന മുല്ലപ്പൂക്കൾ അങ്ങിങ്ങായി കിടക്കുന്നത് കണ്ടതും അത് വീണ് കിടക്കുന്നതനുസരിച്ച് മുന്നോട്ട് ഓടി ചെന്നു നോക്കിയവർ ആരെയും കാണുന്നില്ല. വീണ്ടും ഉറക്കെ അലറി അവൻ. ദക്ഷ! ദേഷ്യത്തോടെ തിരി നടക്കാൻ നിന്നും എന്തോ നിരങ്ങലും മൂളലും കേട്ട് അങ്ങോട്ട് നോക്കിയതും കണ്ടു ഒരു മരത്തിന്റെ താഴെ കമഴ്ന്ന തലയൊരു വശം ചെരിഞ്ഞു കിടക്കുന്ന അഗ്നിയെ. ഡെന്നിയും ആദം പരസ്പരം നോക്കി. ശേഷം അവന്റെ അടുത്തേക്ക് പോയി. ആദം അവന്റെ തല പിടിച്ചുയർത്തി. ആ പാതി ജീവനിലും അവൻ വേദന കൊണ്ട് അലറി. എവിടെയാടാ എന്റെ പെണ്ണ്? ആദമിന്റെ ശബ്ദം കാതിൽ പതിച്ചതും അവന്റെ കണ്ണുകളിൽ ഒന്നുകൂടെ ഭയം നിലച്ചു. അറിയില്ല, എങ്ങനെയോ ചെറിയ ശബ്ദത്തിൽ നിർത്തി നിർത്തി പറഞ്ഞു അവൻ. ആരോ ആരോ കൊണ്ടുപോയി. അവൻ പറയുന്നത് കേട്ട് ആദം സംശയത്തോടെ നോക്കി ഡെന്നിയെ. ഡെന്നിയിലും അതേ സംശയമായിരുന്നു. ഡെന്നി അവന്റെ കവിളിൽ കുത്തിപ്പിടിച്ചു. ആര് കൊണ്ടുപോയി പറയടാ പട്ടി? അറിയില്ല, അവൻ വേദനയിൽ അലറി. ആദം ചുറ്റും ഒന്ന് നോക്കി. പെട്ടെന്ന് കണ്ണിൽ എന്തോ ഉടക്കിയതും അതെടുത്ത് നോക്കി. പാതിയേറ്റുപോയൊരു ബ്രേസ്ലെറ്റ്. അത് കണ്ടതും അവന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഡെവിയുടെ മുഖമായിരുന്നു. അവന്റെ കയ്യിൽ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. ഡെന്നിയും അതേ ചിന്തയിൽ ഫോണിൽ നിന്നും അവന്റെ ഫോട്ടോ എടുത്ത് അഗ്നിക്ക് നേരെ നീട്ടി. ദാ നോക്ക്, ഇവനാണോ? അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു. ഇവൻ തന്നെയാ, എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അവൻ. ആദം മുറുകിയ മുഖത്തോടെ എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കാൻ നിന്നതും വീണ്ടും എന്ന് ഓർത്ത് നിലത്ത് കിടക്കുന്ന അഗ്നിയെ ആഞ്ഞു ചവിട്ടി. തെറിച്ചു താഴെ ചെരുവിലേക്ക് ഉരുണ്ടു വീണു അവൻ. ഇലക്കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ സർപ്പം അവന്റെ കാലിൽ ചുറ്റി പലതവണയായി കൊത്തി. അവൻ പേടിയോടെ അലറി കുതറി. എന്നാൽ പതിയെ അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. അല്പനേരം കഴിഞ്ഞതും ദച്ചു എത്ര പെട്ടെന്നൊന്ന് വീട്ടിലെത്തിയാൽ മതി കരുതി നിൽക്കുമ്പോഴാണ് ദേവി അവൾക്ക് നേരെ ഒരു ബോട്ടിൽ വെള്ളം നീട്ടിയത്. ഒരുപാട് ക്ഷീണിച്ചതല്ലേ, കുറച്ച് വെള്ളം കുടിക്കുക. ശരിക്കും ദാഹിച്ച് തൊണ്ട വരണ്ടിരുന്നു. അവൾ ചെറിയ പുഞ്ചിരിയോടെ അത് വാങ്ങി വെള്ളം കുടിച്ചു. പകുതിയോളം കുടിച്ചതും വല്ലാത്ത ആശ്വാസം തോന്നി അവൾക്ക്. അല്പനേരം കഴിഞ്ഞതും തന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറും പോലെ തോന്നി അവൾക്ക്. തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ. പതിയെ സീറ്റിലേക്ക് ചാരി കിടന്നും അവളുടെ ബോധം പൂർണ്ണമായി മറിഞ്ഞിരുന്നു. ആദമിന്റെ വാഹനം ഡേവിഡിന്റെ വീടിന്റെ ഗേറ്റ് ഇടിച്ച് തെറിപ്പിച്ച് മുന്നോട്ട് വന്നു. പുറത്തെ ശബ്ദം കേട്ട് റോസ്ലി ഡോർ തുറന്ന് ഓടി വന്നു. കലിയിളകി വരുന്ന ആദമിനെ കണ്ട് റോസ്ലിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. മോനെ, എന്താടാ? എവിടെ നിങ്ങളുടെ തലതെറിച്ച രണ്ട് സന്തതികൾ? റോസ്ലി ഞെട്ടലോടെ നോക്കി ആദമിനെ. മോനെ ആദം, നീ എന്താ ഈ പറയുന്നേ? അവളിപ്പോ പഴയ പോലെ ഒന്നും. സ്റ്റോപ്പ് ഇറ്റ്! അവൾ പഴയ പോലും അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. രണ്ടുപേരും കൂടെ ചേർന്ന് എന്റെ പെണ്ണിനെ എവിടേക്ക് കൊണ്ടുപോയെന്ന് ചോദിക്കുക. മോനെ, അവൻ ഇന്നലെ രാത്രി ബാംഗ്ലൂർ പോയതാ. ജോർജ് ചായന്റെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ നാൻസി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുൻപ് ഏതോ ഫ്രണ്ടിനെ കാണാൻ പോയി. അല്ലാതെ. കൊള്ളാം. പക്ഷെ ഒരു കാര്യം പറയാം, എന്റെ ദക്ഷയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങളുടെ രണ്ട് അസുര ജന്മങ്ങളിൽ നിങ്ങൾ ഒരിക്കലും കാണില്ല, ഓർത്തോ? റോസ്ലിക്ക് അവന്റെ വാക്കുകൾ കേട്ടതും അതിലെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. മോനെ, ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ? നിങ്ങൾ ഇവിടെ വന്ന് പറയാതെ നിൽക്ക്. അത്രയും പറഞ്ഞ് റോസ്ലി ഫോൺ എടുത്ത് നാൻസിയെ വിളിച്ചു. 2 പ്രാവശ്യം വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല. പിന്നെ ഡെവിയെ വിളിച്ചു. രണ്ടാമത്തെ റിങ്ങിൽ അവൻ ഫോൺ എടുത്തു. ഹലോ മമ്മ. മോനെ ഡെവി. പറ മമ്മ. എന്താ ഈ ടൈമിൽ? ഒന്നുമില്ല, എനിക്ക് വിളിക്കണം തോന്നി. നീ എന്നാ വരുന്നേ? അത് 2 ദിവസം കഴിയും മമ്മ. അത് ശരി, ഞാൻ നീ ഇന്ന് വരുമെന്ന് അറിയാൻ വിളിച്ചതാ. എന്നാ ശരി മോനെ. സ്പീക്കറിലിട്ട ഫോണിൽ നിന്നും ഇതെല്ലാം കേൾക്കുമ്പോൾ ആദമിന്റെ ചുണ്ടിലൊരു പുച്ഛിച്ചിരി വിടർന്നു. മമ്മയുടെ കോൾ വന്നതും ഡെവി വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഫോൺ അറ്റൻഡ് ചെയ്തു. വണ്ടിയിൽ ബോധം മറിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് നോക്കി അവൻ പുറത്തിറങ്ങി. അവന്റെ വാഹനത്തിന്റെ അടുത്തായി ഒരു ബസ് നിർത്തിയതും കണ്ടക്ടർ വിളിച്ചു പോകുന്ന തെന്മല എന്ന സ്ഥലത്തിന്റെ പേര് മാത്രമായിരുന്നു ആദമിന്റെ ചിന്തയിൽ. ജോർജ് അങ്കിളിന് അവിടെ ഒരു ഗോഡൌൺ ഉണ്ട്. പക്ഷെ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. എന്തോർത്ത് നേരത്തെ അഗ്നിയുടെ നമ്പർ നൽകിയ തന്റെ സൈബർ ഫീൽഡിലുള്ള സുഹൃത്തിന് ഡേവിയുടെയും നാൻസിയുടെ നമ്പർ അയച്ചു കൊടുത്തു.
ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും സണ്ണിയുടെ വാഹനം ഗേറ്റ് കടന്നു വന്നു. അപ്പച്ചൻ ഡെന്നി ഒന്ന് നോക്കിയ ശേഷം അടുത്തേക്ക് ചെന്നു. സണ്ണിയും അവരെ സംശയത്തോടെ നോക്കി. ഡെന്നി അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞതും സണ്ണിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അപ്പച്ചൻ എന്തിനാ വന്നേ? ഡെന്നിയുടെ ചോദ്യമാണ് സണ്ണിയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ജോർജിനെ കാണാൻ വന്നതാ. ചില ഫയൽ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കണം പറഞ്ഞുകൊണ്ട് കാറിൽ കയറിയതും നിക്ക്, ഞാനും വരാം പറഞ്ഞുകൊണ്ട് സണ്ണിയും അവരുടെ കൂടെ കാറിൽ കയറി. കണ്ണുകൾ തുറക്കാൻ വല്ലാത്ത പ്രയാസം തോന്നി അവൾക്ക്. തന്റെ തലയിൽ ആരോ ഒരു വലിയ കല്ലുകൊണ്ട് വെച്ചതുപോലെ ഭാരം തോന്നിപ്പോയി. പതിയെ മിഴികൾ ചിമ്മി തുറന്നു. ചെറിയ മങ്ങിയ വെളിച്ചം മാത്രം. ഇരുട്ടാണ് മുഴുവൻ. അവൾ പതിയെ എഴുന്നേറ്റ് നിന്നു. ശരീരം തളർന്നു വീഴും പോലെ തോന്നി അവൾക്ക്. കണ്ണുകളൊന്നും തിരുമ്മി ഇറുകെ അടച്ച് വീണ്ടും തുറന്നു. ചുറ്റും കണ്ണോടിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പഴയ ഗോഡൌൺ പോലെ തോന്നി അവൾക്ക്. ഞാനെങ്ങനെ ഇവിടെ? ചിന്തിച്ചുകൊണ്ട് തന്നെ ഡേവിയുടെ അടുത്തുനിന്ന് വെള്ളം വാങ്ങി കുടിച്ചതും ശേഷം തന്റെ ബോധം മറഞ്ഞതും ഓർത്തു അവൾ. ഈശ്വര, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അയാൾ ആരാ എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എന്തിനു വേണ്ടി? ചിന്തിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടുമോ നോക്കാൻ വേണ്ടി ചുറ്റും പിന്നെയും നോക്കി. പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ദച്ചു കാണുന്നത് പാന്റിന്റെ ഇരു പോക്കറ്റിലും കൈകളിട്ട് അവൾക്ക് നേരെ നടന്നു വരുന്ന ഡെവിയെയാണ്. ഒരു നിമിഷം വന്യതയാർന്ന പുഞ്ചിരിയോടെ തനിക്കടുത്തേക്ക് നടന്നു വരുന്നതിനെ കാണെ സംശയത്തോടെ നോക്കിയവൾ. എന്താ ദക്ഷ ഇങ്ങനെ നോക്കുന്നേ? തന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞോ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എനിക്ക് പോണം എന്റെ വീട്ടിൽ. അതിനെന്താ, നമുക്ക് പോകാലോ. ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിയട്ടെ. ദച്ചുവിന് എന്തെന്നില്ല ദേഷ്യം വന്നു. അവന്റെ ഷർട്ടിന്റെ കൊളറിൽ കയറി പിടിച്ചവൾ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? പറയാൻ. അത് പറഞ്ഞ് അവന്റെ കൊളറിൽ പിടിച്ചു വലിച്ചു അവൾ. ഒരു കൈയടിക്കുന്ന ശബ്ദം കേട്ട് ദച്ചു ഡെവിയുടെ പിറകിലേക്ക് ഡോറിനടുത്തേക്ക് നോക്കിയതും കണ്ടു ഒരു ചിരിയോടെ കൈയടിച്ചു നിൽക്കുന്ന നാൻസിയെ. ഞാൻ പറഞ്ഞാൽ മതിയോ ദക്ഷ? ഒരു പുച്ഛച്ചിരിയോടെ തന്റെ അടുത്തേക്ക് നടന്നു വരുന്നവളെ കാണെ ദച്ചു സ്തംഭിച്ചു പോയി. ഡേവിയുടെ കോളർ പിടിച്ച ദച്ചുവിന്റെ കൈകൾ താനെ അയഞ്ഞു. നാൻസി ദച്ചുവിന്റെ മുന്നിലായി വന്നു നിന്നു. എന്താ ദക്ഷ, വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ? നാൻസി, നീ? ഞെട്ടലോട് അവളോട് ചോദിച്ചു ദച്ചു. അതെ ദക്ഷ, ഇപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? എന്റെ കാരണത്ത് 2 അടി അടിച്ച എല്ലാം നിർത്തി എന്റെ ആദമനെ നിനക്ക് വിട്ടുതരുന്നു കരുതിയോ നീ? നാൻസി പറഞ്ഞു കേട്ട് ദച്ചു അവളെ തന്നെ ഉറ്റുനോക്കി. നിന്നെ ഒറ്റയടി കൊല്ലാനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴാ അറിഞ്ഞത് ആദ്യ കാഴ്ചയിൽ തന്നെ ഈ നിൽക്കുന്ന എന്റെ ഡെവിച്ചന്റെ മനസ്സ് കീഴടക്കിയ അപ്സരസാണ് നീയെന്ന്. ഒരു നിമിഷം ദച്ചു തരിച്ചു നിന്നു. ഡേവിയുടെ മുഖത്തേക്ക് നോക്കി. അതേ ദക്ഷ, ഇതെന്റെ ഡെവിച്ചൻ. നീ പോലും അറിയാതെ നിന്നെ പ്രണയിച്ചുകൊണ്ട് നടക്കുന്നവൻ. അതുകൊണ്ട് നീ എന്റെ ഡെവിച്ചന്റെ പെണ്ണായേക്ക്. അല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. എനിക്ക് എന്റെ ആദമന് വേണം ദക്ഷ. നാൻസി ഡെവിയെ നോക്കി. അപ്പോ എന്റെ ഡെവിച്ചൻ മിന്നിക്കെട്ടിന് മുൻപേ ഫസ്റ്റ് നൈറ്റ് അങ്ങ് ആഘോഷിക്കുക. ഡോർ ഞാൻ പുറത്തുനിന്നും പൂട്ടിക്കോളാം. അപ്പോ ഓൾ ദ ബെസ്റ്റ്. ബായ് ദക്ഷ. അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന നാൻസിയെ ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ നോക്കി നിന്ന് ദച്ചു. ഡോറിനടുത്ത് നിന്നും ദച്ചുവിനെ നോക്കി ചിരിയോടെ കൈവീശി കാണിച്ച് ഡോർ അടച്ച് പുറത്തുനിന്നും പൂട്ടി നാൻസി. ഡോറിലേക്ക് നോക്കി നിൽക്കുന്നവളുടെ മുന്നിലേക്ക് കയറി നിന്നു ഡെവി. തന്നിലേക്കുള്ള അവന്റെ നോട്ടം കണ്ട് അറിയാതെ ദച്ചു പിറകിലേക്ക് നടന്നു. അവളുടെ ചൂടുകൾ അനുസരിച്ച് അവനും അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. ചുമരിൽ തട്ടി നിന്നും ദച്ചു തനിക്ക് നേരെ അടുത്തു വരുന്നവനെ നോക്കി പേടിയതുകൊണ്ട് ഉമിങ്ങിറക്കി. വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടി. ഇരു കൈകളും അവന് നേരെ കൂപ്പി അപേക്ഷിച്ചു അവൾ. വേണ്ട പ്ലീസ്, എന്നെ ഒന്നും ചെയ്യലേ, ഞാൻ കാല് പിടിക്കുക. കരഞ്ഞുകൊണ്ട് പറയുന്നവളുടെ അടുത്തേക്ക് അവൻ കാമക്കണ്ണാലെ നടന്നെടുത്തു. ഒരു നിമിഷം ചെകുത്താനിൽ നിന്നും ചെകുത്താന്റെ കോട്ടയിലാണ് താൻ അകപ്പെട്ടതെന്നോർത്ത് അവൾ കരഞ്ഞുപോയി. ദച്ചു ഡെവിയെ നോക്കി പേടിയുടെ നിലത്തേക്ക് ചുമരിനോട് ചാരിയിരുന്നു. മുട്ടിലേക്ക് മുഖം പൊഴുത്തി ഇരു കൈകളാൽ മുറുകെ പിടിച്ച് പേടിയോടെ കരഞ്ഞിരുന്നു. മനസ്സിൽ 1000 വട്ടം അവളുടെ ഇച്ഛായനെ വിളിച്ചുകൊണ്ടിരുന്നു അവൾ. ഡേവിയുടെയും നാൻസിയുടെയും ലൊക്കേഷൻ നോക്കി അവർ ചെന്നെത്തിയത് 2 സൈഡിലേക്കുള്ള വഴികൾക്കിടയിലാണ്. വണ്ടി പാർക്ക് ചെയ്ത് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിന്നുപോയി. ഒരു സൈഡിലേക്ക് ഡേവിയുടെ ലൊക്കേഷനാണ് കാണിക്കുന്നതെങ്കിൽ മറു സൈഡിലേക്ക് നാൻസിയുടെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. എടാ ആദം, ഞാൻ ഈ വഴി പോകാം, നീയോ അപ്പച്ചനും ആ വഴി വിട്ടോ. അതെ, അതാ നല്ലത് മോനെ. എല്ലാവരും ഒരുമിച്ച് പോയാൽ ചിലപ്പോൾ അത് കൂടുതൽ ആപത്ത് വരും. ശരി ഡെന്നി, നീ ആ വഴി പോയിക്കോ. ആദ്യം സംബന്ധിച്ചതും ഡെന്നി നാൻസിയുടെ ലൊക്കേഷൻ കാണിക്കുന്നിടത്തേക്ക് പോയി. അവൻ പോകുന്ന 2 പേരും ഒന്ന് നോക്കിയ ശേഷം ഡേവിയുടെ ലൊക്കേഷൻ കാണിക്കുന്നിടത്തേക്ക് ഇരുവരും പോയി. അല്പദൂരം എത്തിയതും സണ്ണിച്ചൻ നടത്തം നിർത്തി പിറകിലേക്ക് നോക്കി. എടാ മോനെ, ഞാൻ അവൻ്റെ കൂടെ പോവാം. എനിക്കെന്തോ അവനെ ഒറ്റയ്ക്ക് വിട്ടത് ശരിയായില്ല എന്നൊരു തോന്നൽ. അപ്പച്ച, എനിക്കും എന്തോ. നമുക്ക് അവൻ പോയ വഴിയെ തന്നെ പോവാം അപ്പച്ചൻ, വാ. അല്ല മോനെ, അപ്പോൾ ഡെവി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പച്ച. എൻ്റെ മനസ്സ് അങ്ങോട്ട് തന്നെ ചാഞ്ചാടുന്നത്. അവൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നിടത്തേക്ക് ഇനിയും അല്പദൂരമുണ്ട്.
എന്തോ അത് അവൻ്റെ ട്രാപ്പാണോ സംശയം. വാ മോനെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഡെന്നി. രണ്ടുപേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി തിരിഞ്ഞ് ഡെന്നി പോയ വഴിയിലേക്ക് വേഗം തിരിച്ചു കാർ. ഡെന്നി അല്പദൂരം നടന്നപ്പോഴേ കണ്ടു ഒരു പഴയ ഗോഡൗൺ. പതിയെ എൻ്റെ അകത്തേക്ക് കയറി അവൻ. മുഖം താഴ്ത്തി കരയുന്നവളെ തന്നെ ഡെവി നോക്കി നിന്നു. പതിയെ അവളുടെ തലയിലൂടെ തലോടി. അറപ്പോടെ തല ഉയർത്തി അവൾ ആ കൈ തട്ടി മാറ്റി. എൻ്റെ ദക്ഷ. അവളുടെ മുടിയിലെ മുല്ലപ്പൂവിലേക്കായി മുഖമടുപ്പിച്ച് ആ സുഗന്ധം വലിച്ചു നടത്തു അവൻ. നിനക്കറിയോ ദക്ഷ, അന്ന് നീ എൻ്റെ മുന്നിലേക്ക് ആദ്യമായി വന്നു നിന്നപ്പോ, ഹോ, ആ ധാവണിയുമൊക്കെ കൊടുത്ത് ശരിക്കും നീ ഒരു അപ്സരസ് തന്നെയല്ലേ ദക്ഷ. എനിക്ക് കുടിയും അല്ലറ ചില്ലറ അടിയും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പെണ്ണിനോടും ഇതുവരെ തോന്നാത്ത ഒന്ന് ആദ്യമായി തോന്നിയത് നിന്നെ കണ്ട നിമിഷം തൊട്ടാ. അപ്പൊ പിന്നെ അതിനെ ഞാൻ എങ്ങനെയാ ദക്ഷ വിട്ടുകളയുന്നേ? പ്രത്യേകിച്ച് മാതം. അവന്റെ കൈയും തട്ടിയെടുക്കുന്നതിനൊരു പ്രത്യേക ത്രില്ലാണ് ദക്ഷ. ദക്ഷ, ഇത് നമ്മുടെ നിമിഷങ്ങളാ. ഈ ഡേവിഡിന്റെയും ദക്ഷയുടെയും മനോഹരമായ നിമിഷങ്ങൾ. ഒരു ചിരിയോടെ അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചതും അതിനെ തട്ടിമാറ്റി അവനെ ഇരുകൈയിൽ പിറകിലേക്ക് തള്ളിമാറ്റി എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് പോകാൻ നിന്നതും പിറകിലേക്കൊന്ന് വേച്ചു പോയെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് ഡെവി അവളുടെ കയ്യിൽ പിടിച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനിലേക്ക് അടുപ്പിച്ച് നിർത്തിയതും അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കരുത്തിന് മുന്നിൽ അതെല്ലാം വിഫലമായി. അവൻ അവളുടെ പിൻകഴുത്തിലേക്ക് മുഖമടുപ്പിച്ചതും അവൾക്ക് തന്റെ ശരീരത്തിൽ പുഴുവരിക്കും പോലെ തോന്നിപ്പോയി. വിട്, എന്നെ വിട് ഇച്ചായ. അവൾ ഉറക്കെ അറി. അവന്റെ ശരീരം വീണ്ടും തന്നിലേക്ക് ചേർന്ന് വരുന്ന അറിഞ്ഞതും തന്നെ പിടിച്ച് അവന്റെ കയ്യിൽ അവൾ നഖം കൊണ്ട് അമർത്തി. കൈ ചെറുതായി അഴിഞ്ഞതും അവനെ തള്ളി അവൾ. മുന്നോട്ടോടാൻ പോയതും പിടിച്ചു നിർത്തിയ പോലെ നിന്നു. അവൾ പതറിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്റെ സാരിത്തുമ്പ് പിടിച്ച് കയ്യിൽ ചുറ്റുന്നവനെ. ഒരു നിമിഷം അവളുടെ തൊണ്ട വറ്റി വരണ്ടു. ഷോൾഡറിന്റെ ഭാഗത്ത് അവൾ സാരിയിൽ മുറുകെ പിടിച്ചു. വേണ്ട, തലയാട്ടി നിറകണ്ണുകളോട് പറയുന്നവളെ നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് സാരിത്തുമ്പ് വലിച്ചു നീക്കാൻ നിന്നതും ഒരു വലിയ ശബ്ദത്തോടെ ഡോർ തുറന്നതും ഇരുവരും അങ്ങോട്ട് നോക്കി. മുന്നിൽ ഡെന്നിയെ കണ്ടതും ദച്ചുവിന് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. ഡെന്നിച്ചാ, അവൾ ഉറക്കെ വിളിച്ചു. ഡാ. അലറിക്കൊണ്ട് തന്നെ ഡെന്നി ഓടി വന്ന ഡെവിഡിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി.